ഹലോ അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ തുടങ്ങി, ഇന്നിപ്പം രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ ഞാൻ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ഒരു ചെറിയ പീസ് ക്യാബേജുമാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും ഒന്ന് ചോപ്പ് ചെയ്ത് നല്ലതുപോലെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചോപ്പ് ചെയ്തതിന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സോയ സോസും കുറച്ച് റെഡ് ചില്ലി പൗഡറും കുറച്ച് സോൾട്ടും കൂടി വെച്ച് വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കനും ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡാക്കി കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് കുക്കുംബറും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് കുക്കുംബർ കുറച്ചിട്ടാൽ മതി കേട്ടോ. അത് ചോപ്പറിലിട്ട് കട്ടാക്കരുത്, ഇങ്ങനെ കൈ വെച്ചിട്ട് കട്ടാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ കുക്കുംബറും കൂടി ആഡാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മയണൈസ് ആഡാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഹോം മെയ്ഡ് മയണൈസ് ആണെങ്കിൽ അത് ആഡാക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ വാങ്ങിയതുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതാണ് ആഡാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ മയണൈസൊക്കെ ഈ ചിക്കനിലുമൊക്കെ നല്ല രീതിയിൽ കോട്ടായി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇത് മിക്സാക്കി എടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. പാൽ കുറച്ച് മതി. കുറച്ച് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടെടുക്കുക. കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സൈഡൊക്കെ കട്ടാക്കിയിട്ട് എടുക്കുക. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാവുന്നതാണ്. നമുക്കിത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് മൂന്നും വെച്ചതിന് ശേഷം ഈ രണ്ട് ബ്രെഡും ഒരുമിച്ച് ഇങ്ങനെ ഇതാക്കിയല്ലോ, അതിനെ ഫസ്റ്റ് നമ്മൾ മുട്ടയിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. ഞാൻ ഫസ്റ്റ് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുള്ളൂ, ആവശ്യമാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുക. രണ്ട് ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ട്. എന്നിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോഴേക്കും ഒരു പോക്കറ്റ് പോലെ കിട്ടും. അപ്പോൾ ബ്രെഡ് ഇപ്പം നല്ലപോലെ എല്ലാം ഇതുപോലെ കോട്ടാക്കിയിട്ട് എടുക്കുക. ഞാൻ ഫുൾ അങ്ങനെ ആക്കുന്നില്ല, ഒന്ന് സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം 3 എണ്ണം ഇങ്ങനെ ആക്കിയിട്ട് ബ്രെഡ് പോക്കറ്റ് ആക്കിയിട്ട് ഒരെണ്ണത്തിൽ അല്ലാണ്ട് സാൻഡ്വിച്ച് പോലെ ഉണ്ടല്ലോ, അങ്ങനെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ ആ പാത്രങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റി കഴുകി വെച്ച് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അല്ലാണ്ട് എല്ലാം വലിച്ചു വാരി കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു മടിപ്പായിരിക്കും. ഇതൊക്കെ ഇനി നമ്മൾ തന്നെ ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര മടിപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പോഴപ്പോഴുള്ളത് അങ്ങ് വൃത്തിയാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് മൈൻഡ് നമ്മൾ ജോലി ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റും ഉണ്ടാകും. പിന്നെ അതിന് ശേഷം ഇനിയിപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ടാക്കി കൊടുക്കുവാണ്. ഇന്നലെ ചിക്കൻ കറി വെച്ചത് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ കട്ടാക്കി എടുക്കുവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ടൊമാറ്റോൻ്റെ ഹാഫ് പോർഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ചതച്ചെടുത്തതും കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എന്തായാലും വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ടാക്കിയിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാന് അടുപ്പത്തിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. നെയ്യിട്ട് കൊടുത്ത് ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും കുറച്ച് ഓയിലും കൂടി യൂസ് ചെയ്യാം. ഞാൻ ഓയിലും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്.
നിങ്ങൾക്ക് എന്താ നെയ്യ് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാക്കാം. പിന്നെ ഓയിൽ മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയാക്കാം. ഞാനിവിടെ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് യൂസ് ആക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു ബേ ലീഫ്, പിന്നെ ഒരു 3 ഏലക്കയും, പിന്നെ ഒരു ചെറിയ പീസ് പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂണ് വലിയ ജീരകം, പെരുംജീരകവും ഒരു അര ടീസ്പൂണ് ഷാജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ടൊമാറ്റോയും കൂടി ഇട്ട് ഇതൊന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഇളക്കി കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 കപ്പിൽ ആണ് റൈസ് എടുത്തിരിക്കുന്നത്. ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. നന്മ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുണ്ടല്ലോ, ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ 2 കപ്പ് എടുത്തതുകൊണ്ട് ഞാൻ 4 കപ്പ് തികച്ചെടുത്തിട്ടില്ല. 3.5 ഒരു 3.25 അത്രേ എടുത്തിട്ടുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുത്ത് ഉപ്പ് ഈ ഒരു സമയത്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ നേരത്തെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ട് ഇങ്ങനെ കട്ടാക്കി കൊടുക്കുക. മിഡിൽ പോർഷനിൽ വെച്ചിട്ട് കട്ടാക്കി കൊടുക്കുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ കിട്ടും. ഈ പോക്കറ്റിൻ്റെ അകത്ത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് നമ്മൾ ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഇന്നലത്തെ സമൂസയും സ്പ്രിംഗ് റോളൊക്കെ ഞാൻ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയെല്ലാം ബ്രെഡ് പോക്കറ്റ്സ് എല്ലാം ഫില്ലിങ്ങൊക്കെ വെച്ച് അതും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ ഇനിയിപ്പം ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു മുസമ്പിയും പിന്നെ അതിലേക്ക് ഒരു 1/4 ക്യാരറ്റ് കട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റൂഹഫ്സയും കൂടി ഒഴിച്ചിട്ട് ആണ് ഇന്നിപ്പോൾ ജ്യൂസ് ആക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ജ്യൂസ്. ഇങ്ങനെ ആക്കിയപ്പോഴേക്കും 3 മുസമ്പി, ഒരു 3/4 ക്യാരറ്റ്, പിന്നെ റൂഹഫ്സ ഇത്രയും കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ജ്യൂസ് ആക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നോമ്പ് തുറക്കലെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസാക്കിയ പാത്രവും ജ്യൂസ് അടിച്ച മിക്സിയും എല്ലാം ഒതുക്കി കഴുകി വൃത്തിയാക്കി കിച്ചണെല്ലാം നല്ലപോലെ നീറ്റാക്കി തുടച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോമ്പ് തുറന്നിട്ട് വരുമ്പോൾ ഒത്തിരി ജോലി ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് നേരത്തെ കിച്ചണിലേക്ക് കയറിയാൽ മതി. പിന്നെ നമുക്ക് ഇത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒത്തിരി പാത്രം ഉണ്ടാകും കഴുകാനായിട്ട്. അപ്പോൾ ഇതാകുമ്പോഴേക്കും ഇത് കഴിച്ച പാത്രം മാത്രമേ കഴുകി കൊടുക്കാനായിട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കായിട്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു റമദാൻ വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.